secondary model examination, first year higher secondary model examination 2018 ആണ്. നമുക്കിതൊന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ടൊന്ന് സോൾവ് ചെയ്യാം. Then consider the Venn diagram below. Write A dash. A part A dash is equal to complement of A. എയിലല്ലാത്തത്, എയിലുള്ളത് 1 2 3 4 ആണ്. അപ്പോൾ എ ഡാഷ് എന്ന് പറയുന്നത് 5 6 7 8 9 5 6 7 8 9. ഓക്കെ, അടുത്തത് ബി ഡാഷ്, ബിയിലില്ലാത്തത്, ബിയിൽ 3 4 5 6 ആണ്. അപ്പോൾ ബിയിലില്ലാത്തത് 1 2 7 8 9 7 8 9. ഓക്കെ, നൗ എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ ഡാഷ്, എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ ഡാഷ്, അതായത് എ ഇൻ്റർസെക്ഷൻ ബിയിലല്ലാത്തത് 3ഉം 4ഉം ആണ് എ ഇൻ്റർസെക്ഷൻ ബിയിൽ. അപ്പോൾ അതിലല്ലാത്തതെന്ന് പറയുമ്പോൾ 1 2 പിന്നെ 5 6 7 8 9. ഓക്കെ, എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ ഡാഷ്. വെരിഫൈ ദാറ്റ് എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ ഡാഷ് എന്ന് പറയുന്നത് എ ഡാഷ് യൂണിയൻ ബി ഡാഷ് എന്നാണ്. അപ്പോൾ ബി പാർട്ട് നോക്കാം. ബി പാർട്ടിൽ എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ ഡാഷ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എ ഡാഷ് യൂണിയൻ ബി ഡാഷ് നോക്കിയാൽ എ ഡാഷ് യൂണിയൻ ബി ഡാഷ് ഈസ് ഈക്വൽ ടു, എ ഡാഷും ബി ഡാഷുമായിട്ട് യൂണിയൻ എടുത്താൽ 1 2 പിന്നെ എ ഡാഷിൽ 5 6 7 8 9. അതെന്താണ്? 1 2 5 6 7 8 9 എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ ഡാഷ് ആണ്. അപ്പം ഇതുപോലത്തെ ഡിമോർഗൻസ് ലോ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം തീർച്ചയായിട്ടും നമുക്ക് ഉള്ളതായിരിക്കും. ഓക്കെ, now for any triangle prove that sin b minus c by 2 is equal to b minus c by, ഇവിടെ നമ്മൾ സൈൻ റൂൾ ആണ് ഉപയോഗിക്കുന്നത്. a by sin a is equal to b by sin b is equal to c by sin c യുടെ വാല്യൂ, c by sin c യുടെ വാല്യൂ k ആണ്. നമുക്ക് 2r എന്നാണ്, 2 ഇൻറ്റു റേഡിയസ് ഓഫ് ദി സർക്കം സർക്കിൾ എന്നാണ്, നമുക്ക് k ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത് കെ സൈൻ എന്നാണ്. അപ്പോൾ ഈ വാല്യൂ നമ്മൾ എടുക്കുവാണ്, ബി മൈനസ് സി ബൈ എ എടുക്കുവാണ്. ബി മൈനസ് സി ബൈ എ, ഈ ചോദ്യത്തിലെല്ലാം അങ്ങനെ തന്നെ ചെയ്യുക. ബി മൈനസ് സി ബൈ എ എന്ന് പറയുന്നത്, സ്മോൾ ലെറ്റർ ബി എന്ന് പറയുന്നത് കെ സൈൻ ബി, കെ സൈൻ ബി മൈനസ് കെ സ്മോൾ ലെറ്റർ സിയുടെ വാല്യൂ കെ സൈൻ സി എന്നാണ്, കെ സൈൻ സി ഡിവൈഡഡ് ബൈ സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത് കെ സൈൻ എ ആണ്, കെ സൈൻ എ. ഓക്കെ, that is k into ഇവിടെ sin b minus sin c by sin a now. Okay, that is k sin a. അപ്പോൾ k cancel ആവും. sin b minus sin c minus sin d, 2 cos b plus c by 2 into sin b minus c by 2 divided by sin a, 2 sin a by 2 cos a by 2 now. That is b minus c by a. Cos a by 2 കൊണ്ട് 2 2 കട്ടാവും. cos a minus b കൊണ്ട് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ cos a by 2 into b minus c by a is equal to cos of, ഈ b plus c by 2 പകരം നമുക്ക് മാറ്റി കൊടുക്കാം. എന്താണ്? a plus b plus c, a plus b plus c പൈ ആണ്. അപ്പോൾ ബി പ്ലസ് സിയുടെ വാല്യൂ പൈ മൈനസ് എന്നാവും. ബി പ്ലസ് സി ബൈ 2 പകരം പൈ ബൈ 2 മൈനസ് എ ബൈ 2 എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് കോസ് ഓഫ് പൈ ബൈ 2 മൈനസ് എ ബൈ 2 എന്നാവും, ഇൻറ്റു സൈൻ ഓഫ് ബി മൈനസ് സി ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ എ ബൈ 2 എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു കോസ് 90 മൈനസ് തീറ്റ, അത് സൈൻ തീറ്റയാണ്. അപ്പോൾ സൈൻ എ ബൈ 2 ആവും. സൈൻ എ ബൈ 2 ഇൻറ്റു കോസ് ഓഫ് ബി മൈനസ് സി ബൈ 2 by sin a by 2. അപ്പോൾ sin a by 2 ക്യാൻസൽ ആവും. that is cos of b minus, that is equal to cos of b minus c by 2. sorry, not cos, sin. cos അല്ല, sin ആണ്. ഇവിടെ sin b minus c by 2 ആണ്, അത് sin. ഓക്കെ, ഇത് sin ആവും. sin b minus, that is sin b minus c by 2 is equal to എന്ത് കിട്ടും? ബി മൈനസ് സി ബൈ എ ഇൻറ്റു കോസ് ഓഫ് എ ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ദ സെക്കൻഡ് വൺ.
Now question number 3. Consider the complex number z is equal to 3 plus 4i. Write the conjugate of z. A part. Z is equal to 3 plus 4i. Z bar equal to 3 minus 4i. Now B part. Z into Z bar is equal to 3 plus 4i into 3 minus 4i. That is 3 square minus 4i the whole square. That is 9 minus 16i square. That is 9 minus 16 into I square is minus 1. But 9 plus 16, that's equal to 25 എന്ന് കിട്ടും. Z into Z bar. ഓക്കെ. ഇനി മോഡ് Z എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എന്നാണ്. ദറ്റ് ഈസ് റൂട്ട് ഓഫ് 9 പ്ലസ് 16. അപ്പോൾ റൂട്ട് ഓഫ് 25 5 എന്ന് കിട്ടും. മോഡ് സെഡിൻ്റെ സ്ക്വയർ എടുത്താൽ 5 സ്ക്വയർ 25 എന്ന് കിട്ടും. ദെർഫോർ Z ഇൻറ്റു Z ബാർ ഇസ് ഈക്വൽ ടു മോഡ് Z സ്ക്വയർ എന്ന് പറയുന്നത് വെരിഫൈ ചെയ്യാം. ഓക്കെ. നൗ ഫോർത്ത് വൺ, സോൾവ് ദ ഇനീക്വാളിറ്റി മൈനസ് എ പാർട്ട് -5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 മൈനസ് 3x ബൈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 എന്നാണ്. നമുക്ക് ആദ്യം ഇവിടെ 2 ഈ ഡിനോമിനേറ്ററിൽ 2 കളയണം. അതിന് ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇൻറ്റു 2 കൊടുത്തു കഴിഞ്ഞാൽ -5 ഇൻറ്റു 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 മൈനസ് 3x ബൈ 2 ഇൻറ്റു 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 ഇൻറ്റു 2 എന്നാവും. അപ്പോൾ ഈ 2 ക്യാൻസൽ ആവും. ദറ്റ് ഈസ് -10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 മൈനസ് 3x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16 എന്ന് കിട്ടും. അടുത്ത് ഈ 5 കളയണം. 5 കളയാൻ സബ്ട്രാക്റ്റിംഗ് ത്രൂ ഔട്ട് -5 -5 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ -10 -5 എന്നാവും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 മൈനസ് 3x -5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16 -5. അപ്പോൾ 5 -5 ക്യാൻസൽ ആവും. -15 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16 - 5 11 എന്ന് കിട്ടും. ഓക്കെ. ഇനി -3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡിങ് ബൈ -3. അപ്പോൾ -15 ബൈ -3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -3x ബൈ -3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 11 ബൈ -3. അപ്പോൾ -3 ക്യാൻസൽ ആവും. ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്യും. ഓക്കെ. അപ്പോൾ -15 ബൈ -3 എന്ന് പറയുന്നത് 5 ആണ്. ദറ്റ് ഈസ് 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -11 ബൈ 3 എന്ന് കിട്ടും. ദറ്റ് ഈസ് തിരിച്ചെഴുതിയാൽ -11/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാനായിട്ടാണ് റിയൽ ലൈൻ വരയ്ക്കുക. റിയൽ ലൈനിൽ -11/3 ഇവിടെയാണ്. ഇവിടെയാണ് -11/3. ഇവിടെയാണ് 5. ഓക്കെ. അതിന് രണ്ടിനും ഇടയ്ക്കുള്ള പോർഷനാണ്. ഇൻ ബിറ്റ്വീൻ രണ്ടിനും ഇടയ്ക്കാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. -11/3ക്കും 5നും ഇടയ്ക്കാണ്. ഓക്കെ. സോ ദാറ്റ് ഈസ് ദി ഫോർത്ത് വൺ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 5. 4 cards are drawn from a well shuffled pack of 52 cards. In how many ways can this be done? എത്ര രീതിയിൽ നമുക്ക് 4 കാർഡ് എടുക്കാം എന്നുള്ളതാണ്. കോമ്പിനേഷൻ ആണെന്ന് അറിയുക. നമ്പർ ഓഫ് വേയ്സ് ഈസ് ഈക്വൽ ടു 52 C4 നോട്ട് C2 52 C4. ഓക്കെ. ഇനി ബി പാർട്ട് in how many ways can this be done? അതാണ് എ പാർട്ട്. in how many ways can this be done if all 4 cards of the same suit എന്നാണ്. ഓക്കെ. സെയിം സ്യൂട്ട് എന്ന് പറയുമ്പോൾ 4 കാർഡും ഒരേപോലെ ആവുക എന്നാണ്. in how many ways can this be done if all 4 cards of the same color ഒരേ കളറിൽ വരുന്ന. അപ്പോൾ ഒരേ കളർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് 2 കളറേ ഉള്ളൂ. ഏതൊക്കെയാണ് കളേഴ്സ് എന്ന് പറയുന്നത്? റെഡ് കളറും ഉണ്ട്, പിന്നെ ബ്ലാക്കും ഉണ്ട്. ഈ റെഡ് കളർ എന്ന് പറയുന്നത് 26 ഉണ്ടാവും. ബ്ലാക്ക് കളർ എന്ന് പറയുന്നതും 26 ഉണ്ടാവും. ഈ 26 നിന്നാണ് നമുക്ക് എത്രണ്ണം സെലക്ട് ചെയ്യേണ്ടത്? 4 സെലക്ട് ചെയ്യേണ്ടത്. 4 ഒരേ കളർ പറഞ്ഞു. അപ്പോൾ ഒരേ കളർ എന്ന് പറഞ്ഞാൽ 4 റെഡ് ആകാം, അല്ലെങ്കിൽ 4 cards selected. ഇവിടെയും 4 cards
selected. Okay. അപ്പോൾ how many ways can this be done? If all 4 cards of the same color. അപ്പോൾ കാർഡ്സ് റെഡ് ആകാം അല്ലെങ്കിൽ ബ്ലാക്ക് ആകാം. റെഡ് ആണെങ്കിൽ 26 എണ്ണത്തിൽ നിന്ന് 4 കാർഡ് 26 C4 വേസിൽ സെലക്ട് ചെയ്യാം. Therefore number of ways in which 4 cards are of same color is equal to 4 are red അല്ലെങ്കിൽ 4 are black. ഇങ്ങനെ വേണം. ഓക്കെ, ദാറ്റ് ഈസ് 26 C4 plus 26 C4 that's equal to 2 into 26 C4. ഓക്കെ, ഇങ്ങനെ എഴുതിയാൽ മതി. ഇത് 26 C4ൻ്റെ വാല്യൂ 26 into 25 into 24 into 23 divided by 1 into 2 into 3 into 4 അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. തൽക്കാലം അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, നൗ 6th one. Consider the equation of the ellipse 9x square plus 4y square equal to 36. ഇതിനെ നമുക്ക് 36 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9x square by 36 plus 4y square by 36 equal to 36 by 36 എന്നാവും. അപ്പോൾ 9 ഉം 36 ആയിട്ട് വരുമ്പോൾ 4 ആണ്. അപ്പോൾ x square by 4 plus y square by 9 is equal to 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് എക്സ് സ്ക്വയറിൻ്റെ ഡിനോമിനേറ്ററിൽ ചെറിയ നമ്പറും വൈ സ്ക്വയറിൻ്റെ ഡിനോമിനേറ്ററിൽ വലിയ നമ്പറും ആകുമ്പോൾ ഇത് എലിപ്സിൻ്റെ ഫോം എന്ന് പറയുന്നത്, എലിപ്സ് ഈ രൂപത്തിലാണെന്ന് അറിയുക. ഏത് രൂപത്തിലാണ്? എലിപ്സ് ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെയായിരിക്കും എലിപ്സ് വരുന്നത്. ഓക്കെ, ഇതായിരിക്കും എലിപ്സ്. അതായത് ഫോക്കസ് കിടക്കുന്നത് മേജർ ആക്സ് വൈ ആക്സ് ആവും, ഫോക്കസ് കിടക്കുന്നത് വൈ ആക്സിസിലായിരിക്കും. ഓക്കെ, അത് അറിയുക. ഓർത്തോണം, എക്സ് സ്ക്വയറിൻ്റെ ഡിനോമിനേറ്ററിൽ ചെറുതും വൈ സ്ക്വയറിൻ്റെ ഡിനോമിനേറ്ററിൽ വലുതുമായാൽ ഫോക്കസ് കിടക്കുന്നത് വൈ ആക്സിസിലായിരിക്കും. ഓക്കെ, അപ്പോൾ 0C ആണ്. അപ്പോൾ സി നമുക്ക് കാണാം. സി കാണുന്നതിന് എ ഈസ് ഈക്വൽ ടു ഇത് എക്സ് സ്ക്വയർ ബൈ, ഇല്ല, എയുടെ വാല്യൂ കാണുന്നതിന് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഓക്കെ, അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സി സ്ക്വയറിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ദറ്റ് ഈസ് 9 മൈനസ് 4 5 എന്ന് കിട്ടും. സിയുടെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 5 ആണ്. ഓക്കെ, സിയുടെ വാല്യൂ എക്സ് പ്ലസ് ഓർ മൈനസ് 5 ആവുമ്പോൾ നമുക്ക് ഫോസൈ എഴുതാം. ഒന്നാമത്തെ ഫോസൈ 0, പ്ലസ് ഓർ മൈനസ് സി വൈ ആക്സിലാണ്. അപ്പോൾ അത് 0, പ്ലസ് ഓർ മൈനസ് √5 പ്ലസ് ഓർ മൈനസ് √5 എന്ന് കിട്ടും. ഇനി ബി എന്ന് പറയുന്നത് എക്സെൻട്രിസിറ്റി ആണ്. എങ്ങനെയാണ് എക്സെൻട്രിസിറ്റി കാണുന്നത്? എക്സെൻട്രിസിറ്റി ഇ ഈസ് ഈക്വൽ ടു സി ബൈ എ എന്നാണ്. ഓക്കെ, ബി പാർട്ട് എക്സെൻട്രിസിറ്റി ഇ ഈസ് ഈക്വൽ ടു സി ബൈ എ എന്ന് കിട്ടും. സിയുടെ വാല്യൂ √5 ആണ്, ഡിവൈഡഡ് ബൈ എയുടെ വാല്യൂ 3 ആണ്. √5/3 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഈക്വൽ ടു 2b² ആണ്. 2 into b² 4 ആണ്, ബൈ എയുടെ വാല്യൂ 3 ആണ്. ദറ്റ് ഈസ് 8/3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഓർക്കുക. ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് x²/b² പ്ലസ് y²/a² ഈസ് ഈക്വൽ ടു 1 ഫോമിലാണ്. അപ്പോൾ വൈ സ്ക്വയറിൻ്റെ ഡിനോമിനേറ്ററാണ് a². അപ്പോൾ a² 9 ആണെന്ന് അങ്ങനെ എടുത്തിരിക്കുന്നത്. a² 9 എന്നും b² 4 എന്നുമാണ്.
അങ്ങനെയാണ് ഈ പ്രോബ്ലം കണ്ടിന്യൂ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു -4, ലിമിറ്റ് എക്സ് ടെൻസ് ടു -4 2x plus 8 divided by x square plus x minus 12 is equal to limit x tends to -4. ഇത് 2 into x plus 4 എന്നാവും, divided by ഇത് x plus 4 into x minus 3 എന്നാവും. ഓക്കെ, ഇതിന് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് -12 സമ്മ് +1 കിട്ടുന്ന നമ്പർ +4 -3 ആണ്. അപ്പോൾ x plus 4 ക്യാൻസൽ ആവും. ഇനി എക്സിന് -4 കൊടുത്താൽ 2 divided by -4 -3 that is -2/7 എന്ന് വെക്കും. ഓക്കെ, -2/7. Now 8th one, a is equal to set of all x such that x is an integer, that is 1 2 3. So that is the a part, a in roster form 1 2 3. Okay, that is in between 0 and 3, excluding 0 and including 3. അപ്പോൾ 1 2 3 1. ഇനി അതിൻ്റെ ബി പാർട്ട്, റൈറ്റ് ദ പവർ സെറ്റ് ഓഫ് എ. പവർ സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എയുടെ സബ്സെറ്റുകളാണ്. ആദ്യത്തത് 5 ആണ്, രണ്ടാമത്തത് ആ സെറ്റ് തന്നെ, അടുത്തത് സിംഗിൾ എലമെൻറ്റ് വെച്ചിട്ട് സെറ്റ് ഫോം ചെയ്യുക. സിംഗിൾ എലമെൻറ്റ് വെച്ചിട്ട് സെറ്റ് ഫോം ചെയ്തു. അടുത്തത് 2 എലമെൻറ്റ് 1 2 then 1 3 then 2 3. മൊത്തമായി 2 ക്യൂബ് 1 2 3 4 5 6 7 8 എണ്ണം. ഇതിനെയാണ്, ഈ സബ്സെറ്റുകളുടെ സെറ്റിനെയാണ് പവർ സെറ്റ് ഓഫ് എ എന്ന് വിളിക്കുന്നത്. സി പാർട്ട്, ദ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ. നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത് ഇതിനകത്ത് നിന്ന് നമ്മുടെ ഈ സബ്സെറ്റുകളുടെ കളക്ഷനിൽ നിന്നും ഈ ഗിവൺ സെറ്റ് ഒഴിവാക്കും. അപ്പോൾ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് having of a set having n elements. n elements എന്ന് പറയുന്നത് 2 raised to n ൽ നിന്ന് 1 കുറയ്ക്കണം. അപ്പോൾ ഇത് 2 ക്യൂബ് -1 ആവും, 8 - 1 7 എന്ന് കിട്ടും, നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്. ഓക്കെ, അടുത്ത അതിൻ്റെ ഡി പാർട്ടാണ്, റൈറ്റ് ദ നമ്പർ ഓഫ് പോസിബിൾ റിലേഷൻ ഫ്രം എ ടു എ. ഓക്കെ, നമ്പർ ഓഫ് പോസിബിൾ റിലേഷൻ എന്ന് പറയുന്നത് ഇഫ് എ സെറ്റ് ഹാവിങ് n elements, ഇഫ് എ സെറ്റ് ഹാവിങ് n elements ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് പോസിബിൾ റിലേഷൻസ് ഈസ് ഈക്വൽ ടു 2 raised to n into n. 2 raised to n സ്ക്വയർ എന്നാണ്, 2 raised to 3 സ്ക്വയർ എന്ന് കിട്ടും, 2 raised to 9 എന്ന് കിട്ടും. ഓക്കെ, 2 raised to 9ൻ്റെ വാല്യൂ 512 ആണ്. ഓക്കെ, now question number 9, consider the statement P of n. നമ്മളിത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ കളക്ഷൻ, ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. ഇവിടെ വീണ്ടും അത് ചെയ്യാം, നോക്കാം. P of n is 1/1 into 2 plus 1/2 into 3 plus 1/3 into 4 plus etc. plus 1/n into n plus 1 is equal to n divided by n plus 1. Show that P of 1 is true. അപ്പോൾ P of 1 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 1/1 into 2 മാത്രമാവും, which is equal to റൈറ്റ് സൈഡിൽ n ന് 1 കൊടുത്താൽ 1/1 plus 1. That is ലെഫ്റ്റ് സൈഡ് 1/2 ആണ്, റൈറ്റ് സൈഡ് 1/2 ആവും. Therefore P of 1 is true. ഇങ്ങനെ വേണം ചെയ്യാൻ, P of 1 is true. ഓക്കെ, പ്രൂവ് ദാറ്റ്. അടുത്തത് ബി പാർട്ടാണ്. പ്രൂവ് ദാറ്റ് P of n is true for all natural number using the principle of mathematical induction. നമ്മൾ ഇനി അടുത്ത് ചെയ്യുന്ന assume that P of k is true. P of k is true. അങ്ങനെയാണെങ്കിൽ P of k നമുക്ക് എഴുതാം. P of k എഴുതുമ്പോൾ 1/1 into 2 plus 1/2 into 3 plus etc. plus 1/k into k plus 1. k into k plus 1ൻ്റെ വാല്യൂ k/k plus 1 എന്നാണ്. ഇതാണ് P of k. ഇനി ടു ഷോ ദാറ്റ്, തെളിയിക്കാനുള്ള കാര്യം നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് എഴുതി വയ്ക്കുവാണ്. P of k plus 1, k ഉള്ള സ്ഥലത്തെല്ലാം k plus 1 കൊടുത്ത് എഴുതുന്നു. 2 into 3 plus etc. plus 1/, ഇത് ഈ k മാറി k plus 1 ആവും, ഈ k plus 1 മാറി k plus 1 plus 1 എന്നാവും. റൈറ്റ് സൈഡ് k plus 1 വരും, താഴെ k plus 1 plus 1 എന്നാവും.
ഓക്കെ, അപ്പോൾ ഇതൊന്ന് വേണമെങ്കിൽ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഇത് എഴുതാം. നമുക്ക് തെളിയിക്കാനുള്ള കാര്യം 1/1 × 2, ഈ ഇൻറ്റുവിന് ഡോട്ട് ഉപയോഗിക്കുന്നുണ്ട്. 1/2.3 എന്ന് വായിക്കരുത്, 2 × 3 പ്ലസ് എക്സെട്ര പ്ലസ് 1 ഇത് k+1 × k+2 എന്നാവും. ഈസ് ഈക്വൽ ടു ന്യൂമറേറ്റർ k+1 എന്നും താഴെ k. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുക. LHS ഈസ് ഈക്വൽ ടു 1/1 × 2 പ്ലസ് 1/2 × 3 പ്ലസ് എക്സെട്ര. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 1/k+1 × k+2 എന്നും. ഇതാണ് ലാസ്റ്റ് ടേം. അതിന് തൊട്ട് മുമ്പുള്ള ടേം കൂടി ഇവിടെ എഴുതണം. കാരണം ഇതിന് തൊട്ട് മുമ്പുള്ളൊരു ടേം എന്ന് പറയുന്നത് 1/k × k. എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ അസംഷനാണ്. ഇത്രയും നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വാല്യൂ k/k+1 ആണെന്ന് നമ്മുടെ അസംഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ k/k+1 എന്ന് കിട്ടും, പ്ലസ് 1/k+1 × k+2 എന്നും കിട്ടും. ഇവിടെ 1/k+1 കോമൺ ആണ്. ഡിനോമിനേറ്ററിൽ k+1 കോമൺ ആണ്. അപ്പോൾ ഇവിടെ 1/k+1 എടുത്താൽ ഇവിടെ kയും ഇവിടെ 1/k+2 ആവും. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 1/k+1 ഇൻറ്റു ഇതിങ്ങോട്ട് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ k × k+2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ k+2. ഇത് സിംപ്ലിഫൈ ചെയ്താൽ 1/k+1 സിംപ്ലിഫൈ ചെയ്താൽ ദാറ്റ്സ് ഈക്വൽ ടു 1/k+1 ഇൻറ്റു ബ്രാക്കറ്റ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ k² പ്ലസ് 2k+1 ബൈ k+2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1/k+1 ഇൻറ്റു ഇത് k+1 ദ ഹോൾ സ്ക്വയർ എന്നാണ് ബൈ k+2. അപ്പോൾ ഒരു k+1 ക്യാൻസൽ ആവും. ദാറ്റ്സ് ഈക്വൽ ടു k+1 ബൈ k+2 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ RHS. ഓക്കെ, therefore P of k+1 is true. Hence by principle of mathematical induction, hence by PMI, the result is true for all natural number. All n belongs to n. Okay. അടുത്തത് 10th one, consider the complex number z is equal to 1 plus 3i by 1 minus 2i. z in the form a plus ib യിൽ എഴുതാനായിട്ടാണ്. z is equal to 1 plus 3i divided by 1 minus 2i. ഒരു 1 plus 2i ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ ഈ ബ്രാക്കറ്റ് സിംപ്ലിഫൈ ചെയ്യണം. 4 ടേംസ് ഉണ്ടാവും. 1 കൊണ്ട് ആദ്യം ഇത് രണ്ടിനെ 1 × 1 ആവും. അടുത്ത 1 × 2i ആണ്. 3i × 1 പ്ലസ് 3i പ്ലസ് 3i × 2i 6i². താഴെ ഒരു കോംപ്ലക്സ് നമ്പറും അതിൻ്റെ കോൺജുഗേറ്റും ആണ്. റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ. ഇവിടെ ഇനി ഐ എഴുതരുത്. ഡിനോമിനേറ്ററിൽ ഒരു കോംപ്ലക്സ് നമ്പറും അതിൻ്റെ കോൺജുഗേറ്റും വന്നാൽ റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ എന്നാണ്. അപ്പോൾ ഇത് 1 പ്ലസ് 3i 2i പ്ലസ് 3i 5i എന്നാവും. i² -1 ആണ്. സോ ഇത് -6 ആവും ബൈ 1 പ്ലസ് 4. ഇതിൽ 1 - 6 -5 പ്ലസ് 5i ബൈ 5 എന്നാവും. That is equal to -5/5 plus 5i by 5. That is -1 plus i എന്ന് കിട്ടും. ഓക്കെ, that is equal to -1 plus i. That is of the form a plus ib. അപ്പോൾ ഒന്നാമത്തെ പാർട്ടായി. രണ്ടാമത്തത് ഇതിൻ്റെ പോളാർ ഫോമിൽ എഴുതാനായിട്ടാണ്. അപ്പോൾ z എന്ന് പറയുന്നത് -1 പ്ലസ് i ആണ്. പോളാർ ഫോമിൽ എഴുതുന്നതിന് r-ൻ്റെ വാല്യൂ റൂട്ട് ഓഫ് x² പ്ലസ് y² എന്നാണ്. x² പ്ലസ് y² എന്നോ a² പ്ലസ് b² എന്നോ മോഡ് z ആണ്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് -1ൻ്റെ സ്ക്വയർ പ്ലസ് 1² എന്നാവും. √2 എന്ന് കിട്ടും r-ൻ്റെ വാല്യൂ. ഓക്കെ, ഇനി ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് y/x എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇമാജിനറി പാർട്ട് 1 ആണ്, റിയൽ പാർട്ട് -1 ആണ്. അത് 1 എന്നാവും. ടാൻ തീറ്റ 1 ആയാൽ തീറ്റ π/4 ആണ്. ഇത് ആർഗ്യുമെൻ്റ് ഓഫ് z. ദെർഫോർ ആർഗ്യുമെൻ്റ് ഓഫ് z ഈസ് ഈക്വൽ ടു ഇത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ്. x നെഗറ്റീവും y പോസിറ്റീവ് ആണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിലാവുമ്പോൾ π - θ ആവും. ദാറ്റ് ഈസ് π - π/4 ആണ്. 3π/4 എന്ന് കിട്ടും ആർഗ്യുമെൻറ്റ്. Therefore z is equal to r into cos theta plus I sin theta. That's equal to √2 into cos of 3π/4
plus I sine of 3 pi by 4. That is the modulus argument form അല്ലെങ്കിൽ polar form. Okay. Now question number 11. Solve the following inequalities graphically. ആദ്യത്തത് x minus 2y less than or equal to 3 എന്നാണ്. x minus 2y less than or equal to 3. അപ്പോൾ ആദ്യം നമുക്ക് x minus 2y is equal to 3യുടെ ഗ്രാഫ് വരയ്ക്കാം. ഇത് x, y. x 0 ആകുമ്പോൾ yയുടെ വാല്യൂ -3/2ഉം y 0 ആകുമ്പോൾ xൻ്റെ വാല്യൂ 3 ആണ്. അടുത്തത് 3x plus 4y greater than or equal to 12 ആണ്. അതിന് നമ്മൾ 3x plus 4y is equal to 12 എടുക്കും. ഇതുപോലെ ടേബിൾ ക്രിയേറ്റ് ചെയ്താൽ x 0 ആകുമ്പോൾ y 3 എന്നും y 0 ആകുമ്പോൾ 3x 12 ആണ്, xൻ്റെ വാല്യൂ 4 എന്ന് കിട്ടും. അടുത്ത x greater than or equal to 0, y greater than or equal to 1. പ്രത്യേകിച്ച് ടേബിൾ ഫോം ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ആദ്യത്തത് 0 - 3/2, x 0 y -3/2, അതായത് -3/2 എന്ന് പറഞ്ഞാൽ -1.5 ആണ്. ഇതാണ് 0, -3/2. ഓക്കെ, അടുത്തത് 3 0, x 3 y 0, ഇതാണ് 3 0 എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ആദ്യത്തെ സ്ട്രെയിറ്റ് ലൈൻ x - 2y ഈസ് ഈക്വൽ ടു 3 എന്ന് പറയുന്നത്. ഓക്കെ, x - 2y ഈസ് ഈക്വൽ ടു 3 ഇവിടെ വരയ്ക്കാം. x - 2y ഈസ് ഈക്വൽ ടു 3. ദിസ് ഈസ് ദ ലൈൻ x - 2y ഈസ് ഈക്വൽ ടു 3. ഓക്കെ, അടുത്തത് 3x plus 4y ഈസ് ഈക്വൽ ടു 12. അപ്പോൾ x 0 3 എന്ന് പറയുന്നത് y ആക്സിലെ 0 3യിലും x ആക്സിലെ 4 0യിലൂടെയും പാസ് ചെയ്യുന്നതാണ്. ഇതാണ് അടുത്തത് x 3x plus 4y is equal to 12. Okay, 3x plus 4y is equal to 12. ഓക്കെ, രണ്ടാമത്തെ ആയി. ഈ പോയിന്റ് ഒക്കെ നോക്കുക. ഇത് 0 3 ആണ് y ആക്സിലത്, ഇത് 4 0 ആണ്. ഓക്കെ, ഇത് 3 0 ആയിരുന്നു. ഓക്കെ, അടുത്തത് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അത് പോസിറ്റീവ് എക്സൈസ് ആണ്, നമുക്കറിയാം. x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 പോസിറ്റീവ് എക്സൈസ് ആണ്. y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ y ഈക്വൽ ടു 1 വരയ്ക്കുക നമ്മൾ. y ഈക്വൽ ടു 1 എന്ന് പറയുന്ന എക്സൈസിന് പാരലായിട്ട്, ഇത് പ്രത്യേകിച്ച് ടേബിളിൻ്റെ ആവശ്യമില്ല. ഇതാണ് y ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. y ഈസ് ഈക്വൽ ടു 1. y ഈസ് ഈക്വൽ ടു 1. ഇതാണ് y ഈസ് ഈക്വൽ ടു 1. y ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഇനി നമുക്ക് ഇത് ഏത് റീജിയൻ ആണെന്ന് നോക്കണം, ഏത് ഹാഫ് പ്ലെയിൻ ആണെന്ന് നോക്കണം. ഒറിജിൻ ഉള്ളതാണോ ഒറിജിൻ ഇല്ലാത്തതാണോ നോക്കാൻ നമ്മുടെ ഇനീക്വാളിറ്റിയിലേക്ക് ഒറിജിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ വേണം തീരുമാനിക്കാൻ. അതാണ് ആദ്യത്തത് x - 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നാണ്. x - 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3യിൽ ഇവിടെ എങ്ങനെ എഴുതാം? x - 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. ഒറിജിൻ കൊടുത്താൽ എന്ത് കിട്ടും? അറ്റ് 0 0. ഇവിടെ എക്സും 0 ആണ്, വൈയും 0 ആണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്, ട്രൂ എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തതിൽ ഒറിജിൻ ഉള്ള ഹാഫ് പ്ലെയിൻ ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്, ഇവിടെയാണ് ഒറിജിൻ കിടക്കുന്നത്. അപ്പോൾ ഈ സൈഡ് ആയിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണെന്ന് അറിയുക. ഒറിജിൻ ഉള്ള ഹാഫ് പ്ലെയിൻ ആണ്. അപ്പോൾ ഒറിജിൻ ഉള്ള സ്ഥലത്തേക്ക് ഇതുപോലെ ആരോ ഷെയ്ഡഡ് റീജിയൻ വരും. അടുത്തത് 3x plus 4y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12 ആണ്. ഓക്കെ, 3x plus 4y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12. അറ്റ് 0 0 ഇത് കിട്ടും. 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12 ആണ്, വോൾസ് ആണ്. അപ്പോൾ ഒറിജിൻ, ഈ ലൈനിൻ്റെ കേസിൽ ഒറിജിൻ കിടക്കുന്ന ഇവിടെയാണ്. അപ്പോൾ ഒറിജിൻ ഇല്ലാത്ത ഹാഫ് ലൈൻ അവർ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഇവിടെ ആയിരിക്കും. ഇവിടെയാണ്. ഓക്കെ, അടുത്തത് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. എന്താണ് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1? y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ൽ അറ്റ് ഒറിജിൻ കൊടുത്താൽ, ഇവിടെ എക്സിനും വൈക്കും കൊടുക്കാനില്ല, വൈക്ക് വരെ കൊടുക്കാനുള്ളൂ. ഇത് ഫോൾസ് ആണ്. അപ്പോൾ ഒറിജിൻ കിടക്കുന്ന ഇവിടെ, ഈ വരയുടെ താഴെയല്ല, മുകളിലേക്കാണ്. ഈ വരയുടെ മുകളിലേക്കാണ്. അപ്പോൾ നോക്കൂ, ഷെയ്ഡഡ് റീജിയൻ എവിടെ വരുമെന്ന് ഇപ്പോൾ അറിയാൻ പറ്റും. ഏതാണ്? ഇതാണ്. ഓക്കെ, ഷെയ്ഡഡ് റീജിയൻ.
This is the shaded region. Okay. ഇങ്ങനെയാണ്. ഓക്കെ, ഇതാണ് കോമൺ റീജിയൻ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. How many three-letter words? How many three-letter words with or without meaning can be formed using 26 letters in English alphabet if no letter is repeated? 3-letter words ആണ്. അപ്പോൾ 26ൽ നിന്നും 3 letters എടുത്ത് അറേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, അത് രണ്ട് രീതി ചെയ്യാം. ബൈ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ബൈ എ പാർട്ട്. 20 ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്, ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് 26 ആണ്. സോ ദ അറേഞ്ച്മെന്റ് ഓഫ് 3 ലെറ്റേഴ്സ് ഫ്രം 26 ലെറ്റേഴ്സ് അല്ലേ. ഇങ്ങനെ വേണമെങ്കിൽ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിളോ കൗണ്ടിങ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ എടുക്കാം? ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 3 ലെറ്റർ വേർഡാണ്, 3 ലെറ്റർ വേർഡാണ്. ഇവിടെ നമുക്ക് 26 വേസിൽ നമുക്ക് ഫില്ല് ചെയ്യാം. നോ ലെറ്റർ ഈസ് റിപ്പീറ്റഡ് എന്നാണ്. അപ്പോൾ ഇവിടെ 26 വേസിൽ ഫില്ല് ചെയ്താൽ ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് 25 ലെറ്റേഴ്സേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഫില്ല് ചെയ്യാൻ 24 ലെറ്റേഴ്സേ ഉണ്ടാവുള്ളൂ. ഓക്കെ, therefore total number of arrangement അല്ലെങ്കിൽ total number of words is equal to 26 into 25 into 24. ഇതിനെ നമുക്ക് 26p3 എന്ന് എഴുതാം. ഇങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഈ നമ്പർ മൾട്ടിപ്ലൈ എഴുതുക, അല്ലെങ്കിൽ 26p3 എന്ന് എഴുതുക. എന്താ, 26 ലെറ്റേഴ്സ് ഉണ്ട്, 3 എണ്ണം എടുത്തിട്ട് അറേഞ്ച് ചെയ്യുന്നത് 26p3 ആണ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് 26p3 ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 15600 എന്ന് കിട്ടും. ഓക്കെ, നൗ അതിൻ്റെ ബി പാർട്ട്. എന്താണ് ബി പാർട്ട്? ഫൈൻഡ് ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് മാത്തമാറ്റിക്സ്. അല്ലേ, നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഈസ് ഈക്വൽ ടു, ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്, എത്ര ലെറ്റർ ഉണ്ടെന്ന് എണ്ണി നോക്കുക. ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് 1 2 3 4 5 6 7 8 9 10 11. സോ 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, റിപ്പീറ്റ് ചെയ്യുന്നത് m 2 ടൈംസ്, m 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 2 ഫാക്ടോറിയൽ ഇൻറ്റു a എന്ന് പറയുന്നത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 2 ഫാക്ടോറിയൽ ഇൻറ്റു, പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് ഏതാണ്? ma, പിന്നെ t 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, വേറെ ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് മാത്തമാറ്റിക്സ്. അടുത്തത് സി പാർട്ടാണ്. ബട്ട് ഈ സി പാർട്ട് എന്താണ്? സി പാർട്ട്, ഹൗ മെനി ഓഫ് ദം ബിഗിൻ വിത്ത് ദ ലെറ്റർ സി. സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര ഉണ്ടെന്നാണ്. സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അറിയാനായിട്ട് സി ഫിക്സ് ചെയ്യുക. സി ആദ്യം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിമൈനിങ് ആയിട്ട് ഇവിടെയുള്ള ലെറ്റേഴ്സ് എന്ന് പറയുന്നത് എം എ ടി എച്ച് ഇ എം എ ടി ഐ എസ് എന്നാണ്. ഇത് 10 ലെറ്റേഴ്സാണ്. ഓക്കെ, ഈ 10 ലെറ്റേഴ്സിൽ എം 2 പ്രാവശ്യം ഉണ്ട്, എ 2 ടൈംസ് ഉണ്ട്, പിന്നെയോ ടി 2 ടൈംസ് ഉണ്ട്. Okay, therefore number of words begin with C. സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഓക്കെ, now question number 13.
Consider the figure given below. Capital A 30, B 02 are 2 points on the axis. The line is perpendicular to AB. Find the slope of OP. OP എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ, O എന്ന് പറയുന്നത് ഒറിജിൻ ആണ്, ഇത് O ആണ്, ഇത് P ആണ്. ഓക്കെ, എ എന്ന് പറയുന്ന പോയിന്റ് 30 ആണ്, A 30 ആണ്, B എന്ന് പറയുന്ന പോയിന്റ് 02 ആണ്. അപ്പോൾ സ്ലോപ്പ് ഓഫ് എ ബി കണ്ടാൽ ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ്, ഇത് ബി ആണ്. അപ്പോൾ സ്ലോപ്പ് ഓഫ് എ ബി കണ്ടാൽ നമുക്ക് സ്ലോപ്പ് ഓഫ് എ പി എഴുതാം. എന്നിട്ട് പി എന്ന് പറയുന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ലോപ്പിലേക്ക് നോക്കാം. ഇതിൻ്റെ സ്ലോപ്പ് ഓഫ് എ ബി എന്താണ്? സ്ലോപ്പ് ഓഫ് എ ബി, എ പാർട്ട് അങ്ങനെയാണ് തുടങ്ങുന്നത്. സ്ലോപ്പ് ഓഫ് എ ബി, സ്ലോപ്പ് കാണുന്നത് y2 മൈനസ് y1, 2 മൈനസ് 0, 2 മൈനസ് 0 ബൈ 0 മൈനസ് 3, ദറ്റ് ഈസ് മൈനസ് 2/3. ഓക്കെ, ദെർഫോർ സ്ലോപ്പ് ഓഫ് പി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് -1 ഡിവൈഡഡ് ബൈ സ്ലോപ്പ് ഓഫ് എ ബി എന്നാണ്. രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആയാൽ ഒരെണ്ണത്തിൻ്റെ സ്ലോപ്പ് കാണുന്നത് -1 ടൈംസ് ഓഫ് അടുത്തതെന്നാണ്. അപ്പോൾ ഇവിടെ -1 ഡിവൈഡഡ് ബൈ -2/3 എന്ന് കിട്ടും. അപ്പോൾ ഇത് 3/2 ആണ്, 3/2. അങ്ങനെ 3/2 ആവുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ കാണാം. അതിൻ്റെ ഒ പിയുടെ ഇക്വേഷൻ കാണാം. ഒ പി പാസ് ചെയ്യുന്നത് ഒറിജിനിലൂടെയാണല്ലോ. അപ്പോൾ സ്ലോപ്പ് ഓഫ് ഒ പി ആയി. ഇനി ബി പാർട്ടാണ്. Okay, equation of OP is y is equal to mx form ആണ്. കാരണം mx പാസിങ് ത്രൂ ഒറിജിനിലൂടെ കടന്നു പോയാൽ ലൈനിൻ്റെ ഇക്വേഷൻ y is equal to slope into x എന്നാണ്. ദാറ്റ് ഈസ് y is equal to slope 3/2 into x എന്നാണ്. അപ്പോൾ 2y is equal to 3x എന്ന് കിട്ടും. ഓക്കെ, or 3x minus 2y is equal to 0 എന്നാണ്. ഓക്കെ, 3x minus 2y is equal to 0. ഇത് ഇക്വേഷൻ ഓഫ് ഒ പി ആണ്. ഇനി നമുക്ക് ഇക്വേഷൻ ഓഫ് എ ബി എഴുതാലോ. ഇക്വേഷൻ ഓഫ് എ ബി എന്താണ്? ഇക്വേഷൻ ഓഫ് എ ബി ഈസ് എക്സ് ബൈ എ, ഇൻ്റർസെപ്റ്റ് ഫോം എടുക്കാം. എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 ആണ്. എന്താണ്? എക്സ് ബൈ എ എന്ന് പറഞ്ഞാൽ 3 ആണ്. എക്സ് ബൈ 3 പ്ലസ് y/2 equal to 1. അപ്പോൾ 2x plus 3y by 6 equal to 1 or 2x plus 3y is equal to 6 എന്ന് കിട്ടും. ഇനി ഇത് സോൾവ് ചെയ്യാം. എന്താണ് ആദ്യത്തത്? 3x minus 2y 0 ആണെന്നും ഇപ്പോൾ കിട്ടിയത് 2x plus 3y 6 ആണെന്നുമാണ്. ഓക്കെ, ഇത് തമ്മിൽ സോൾവ് ചെയ്താൽ പിയുടെ കോർഡിനേറ്റ് കിട്ടും. കാരണം ഈ രണ്ട് ലൈൻസിൻ്റെ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് ആണ് പി. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ മതി. നമുക്ക് ആദ്യത്തതിനെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9x minus 6y is equal to 0 എന്ന് കിട്ടും. രണ്ടാമത്തതിനെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4x plus 6y is equal to 12 എന്ന് കിട്ടും. ഈ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്യുമ്പോൾ 13x സമം 12 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ 12/13 ആണ്. ഓക്കെ, അപ്പോൾ വൈയുടെ വാല്യൂ 3/2 ഇൻറ്റു എക്സ് ആണല്ലോ. y is equal to, therefore y is equal to 3/2 into x, that's equal to 3/2 into 12/13. ഇത് 6 ആവും, 18/13 എന്ന് കിട്ടും. ഓക്കെ, therefore the point of intersection, therefore coordinates of P എന്ന് പറയുന്നത് x കോർഡിനേറ്റ് 12/13 y കോർഡിനേറ്റ് 18/13 ആവും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇക്വേഷൻ ഓഫ് ദി പാരാബോള ഗിവൺ ഇൻ ദ ഫിഗർ ഈസ് y² is equal to 8x എന്നാണ്. ഓക്കെ, ഇവിടെ ഒരു പാരാബോള തന്നിട്ടുണ്ട്. ഇത് y² is equal to 8x എന്നാണ്. y² is equal to 8x ആയാൽ ഇത് നോക്കാം. y² is equal to 8x ആണ്, ഇത് ഒറിജിൻ ആണ്. ഫൈൻഡ് ദ ഫോക്കസ് ആൻഡ് ലെങ്ത് ഓഫ് ദി ലാറ്റസ് റെക്റ്റം ഓഫ് ദി പാരാബോള എന്നാണ്. y² is equal to 8x നമ്മൾക്ക് y² is equal to 4ax ഫോമിലാണ്. എ പാർട്ട് y² equal to 8x ആണ്.
ഓക്കെ. വൈ സ്ക്വയർ 8x ആവുമ്പോൾ അത് വൈ സ്ക്വയർ ഈക്വൽ ടു 4ax ഫോമാണ്. അപ്പോൾ ഇവിടെ 4aയുടെ വാല്യൂ 8 ആണ്, എയുടെ വാല്യൂ 2 എന്ന് കിട്ടും. ദെർഫോർ ഫോക്കസ് നമുക്ക് എഴുതാം. ഫോക്കസ് എന്ന് പറയുന്നത് a0 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 0 ആണ്. ഓക്കെ. അടുത്ത ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം അത് അറിയാലോ 4a ആണ്. 4aയുടെ വാല്യൂ നമുക്ക് 8 ആണ്. അപ്പോൾ അത് രണ്ടുമായി, ഫോക്കസുമായി ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്തുമായി. ഇനി അതിൻ്റെ ബി പാർട്ടാണ്. എന്താണ് ബി പാർട്ട്? ലാറ്റസ് റെക്റ്റം ഓഫ് ദി പാരാബോള ഈസ് എ കോഡ് ടു ദി സർക്കിൾ സെൻറ്റേർഡ് അറ്റ് ദി ഒറിജിൻ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. അപ്പോൾ ഈ ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് ഒരു കോഡായിട്ട് മാറുന്നു, സർക്കിളിൻ്റെ കോഡായിട്ട് മാറുന്നു. ഇവിടെ ഫിഗറിൽ കാണാൻ അറിയാം AB എന്ന് പറയുന്നതാണ് ലാറ്റസ് റെക്റ്റം. ഈ ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് സർക്കിളിൻ്റെ കോഡാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. സർക്കിളിൻ്റെ ഇക്വേഷൻ അറിയുന്നതിന് നമുക്ക് സർക്കിളിൻ്റെ സെൻറ്ററും റേഡിയസും അറിഞ്ഞാൽ മതിയാവും. ഓക്കെ. അപ്പോൾ സെൻറ്ററും റേഡിയസും അറിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ബിയുടെ കോർഡിനേറ്റ്സ് ഓഫ് ബി, ഇവിടെ ഇത് ലാറ്റസ് റെക്റ്റം ആയതുകൊണ്ട് ഇത് എ ആയിരിക്കും, ഇത് A0 ആണ്. ഓക്കെ. ഇത് മുഴുവൻ AB എന്ന് പറയുന്നത് നമ്മളിവിടെ കിട്ടിയിട്ടുണ്ട്, AB 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ A0 എന്ന് പറയുമ്പോൾ ഇത് 2 0 ആണ്. ഈ പോയിന്റ് 2 0 ആണ്. അങ്ങനെ തന്നെ എഴുതാൻ നോക്കാം. ഇത് 2 0 ആണ്. ഓക്കെ. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോട്ടൽ 8 ആണ്. അപ്പോൾ ഇത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 ആവും. അപ്പോൾ ബിയുടെ കോർഡിനേറ്റ്സ് നമുക്ക് എഴുതാം. ബിയുടെ കോർഡിനേറ്റ്സ് എക്സ് കോർഡിനേറ്റ് 2ഉം വൈ കോർഡിനേറ്റ് 4ഉം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒറിജിനിൽ നിന്നും ഈ ബിയിലേക്കുള്ള നീളം എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ എന്താവും? ഈ സർക്കിളിൻ്റെ റേഡിയസ് ആവും. അപ്പോൾ സെൻറ്റർ ഒറിജിനാണ്, റേഡിയസ് നമുക്ക് കിട്ടും. OB കാണാം. എങ്ങനെ OB കാണുന്നത്? ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ OB കിട്ടും. OB ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 സ്ക്വയർ, 2 മൈനസ് ഒറിജിൻ്റെ 2 മൈനസ് 0 ദ ഹോൾ സ്ക്വയർ. ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചാൽ 2 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ആണ്, റൂട്ട് ഓഫ് 20 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ റൂട്ട് ഓഫ് 20 എന്നാണ്. ദാറ്റ് ഈസ് ദ റേഡിയസ്. അത് റേഡിയസ് ആണ്. Therefore equation of circle with the center origin and r is equal to root of 20 is x square plus x origin ആകുമ്പോൾ x minus 0 the whole square plus y minus 0 the whole square, that is x square plus y square equal to root 20 the whole square. Now that is x square plus y square is equal to 20. That is the equation of the circle. Now question number 15. Equation of a line is given. Find the equation of a line which is parallel to a part. ഇതിൽ x minus 2y plus 3ക്ക് പാരലൽ ആവണമെന്നാണ്. അപ്പോൾ equation of a line parallel to x minus 2y plus 3 equal to 0 is x minus 2y, ഈ കോൺസ്റ്റന്റ് മാറുമെന്നാണ്. പാരലൽ ലൈൻ ആണെങ്കിൽ എക്സും വൈയുടെയും വൈയുടെ ടേം ഒരുപോലെ നിൽക്കും, കോൺസ്റ്റന്റ് മാറും. ഓക്കെ. ഇതാണ് പാരലൽ ലൈൻ. അത് 1 minus 2യിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. പാസിംഗ് ത്രൂ വിച്ച് പോയിന്റ് 1 minus 2. ഒരു ലൈൻ ഒരു പോയിന്റിലൂടെ കടന്നു പോയാൽ എക്സും വൈ മാറ്റിയ പോയിന്റിന്റെ കോർഡിനേറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore എക്സ് മാറ്റി 1ഉം 2 ഇൻറ്റു വൈ മാറ്റി -2 കൊടുക്കുക, പ്ലസ് k is equal to 0. that is 1 plus 4 plus k is equal to 0 എന്നാവും. കെയുടെ വാല്യൂ -5 എന്ന് കിട്ടും. therefore equation of the parallel line is x minus 2y plus kയുടെ വാല്യൂ -5 minus 5 is equal to 0 എന്ന് കിട്ടും. ഓക്കെ. now b part.
Find the distance between L and L1. ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത് x - 2y + 3 = 0 എന്നാണ്. ഇവിടെ x - 2y - 5 = 0 എന്നാണ്. അതാണ് ഡിസ്റ്റൻസ് കാണുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ ലൈൻസ്, ഡിസ്റ്റൻസ് d = ഡിസ്റ്റൻസ് d = മോഡുലസ് ഓഫ് കോൺസ്റ്റന്റ് ടേമിൻ്റെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ √a² + b² എന്നാണ്. ഓക്കെ, ഇപ്പോൾ മോഡുലസ് ഓഫ് കോൺസ്റ്റന്റ് ടേമിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 3 - -5 ബൈ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, വൈയുടെ കോഎഫിഷ്യൻറ്റ് -2 ആണ്. അപ്പോൾ ഇത് 8 ഡിവൈഡഡ് ബൈ √5 എന്ന് കിട്ടും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പാരലൽ ലൈൻസ്. ഓക്കെ, മോഡുലസ് ഓഫ് C1 - C2 കോൺസ്റ്റന്റ് ടേമിൻ്റെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ് ഇവിടെ 1 ആണ്. ഓക്കെ, അതിൻ്റെ സ്ക്വയർ, കോഎഫിഷ്യൻറ്റ് ഓഫ് y -2 ആണ്, അതിൻ്റെ സ്ക്വയർ ആവും. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അത് കൃത്യമായിട്ടത് പഠിച്ച് വെക്കുക. അടുത്തതിൻ്റെ സി പാർട്ടാണ്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് അനദർ ലൈൻ വിച്ച് ഈസ് പാരലൽ ടു എൽ സച്ച് ദാറ്റ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ടു എൽ ആൻഡ് L2 ആർ ദ സെയിം എന്നാണ്. ഓക്കെ, നമുക്ക് മറ്റൊരു പാരലൽ ലൈൻ കൂടിയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, മറ്റൊരു പാരലൽ ലൈൻ കൂടി വേണം. ഡിസ്റ്റൻസ് such that the distance from the origin to L and L2 are the same എന്നാണ്. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ആദ്യത്തെ നമ്മൾ വരച്ച ലൈൻ, ദാറ്റ് ഈസ് ഗിവൺ ലൈൻ x - 2y + 3 = 0. ദാറ്റ് ഈസ് ദ പിങ്ക് കളർ ലൈൻ. x - 2y + 3 = 0. അടുത്ത x - 2y - 5 = 0. ദാറ്റ് ഈസ് എ പാരലൽ ലൈൻ. ഓക്കെ, അതിന് നമ്മുടെ തേർഡ് പ്രോബ്ലം എന്ന് പറയുന്നത് write the equation of another line L2 which is parallel to L, that is parallel to the given line. നമുക്ക് ആദ്യം തന്നിരുന്ന ലൈനിന് പാരലൽ ആയിട്ട്, ഈ ലൈനിന് പാരലൽ ആയിട്ട് വേണം, അത് ആ പാരലൽ ആയിട്ട് വേണം L2 ഫോം ചെയ്യാൻ. such that the distance from the origin to L and L2 are the same. ഒറിജിൻ എന്നുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒറിജിനിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കിയാൽ അറിയാൻ പറ്റും. ഇത്രയുമാണ്, -3. ഈ 3 ഡിവൈഡഡ് ബൈ നമ്മുടെ ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത് x - 2y + 3 = 0 എന്നാണ്. അപ്പോൾ അത്രയും തന്നെ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അതായത് ഈ +3 മാറ്റിയ കോൺസ്റ്റന്റ് -3 ആക്കിയാൽ എന്ത് കിട്ടും നോക്കാം. x - 2y x - 2y - 3 = 0. നോക്കൂ, ഈ ലൈൻ എടുത്തു കഴിഞ്ഞാൽ see that line, distance from the origin to this pink line and this orange line are same. ഇവിടുന്ന് ഇതിലേക്കുള്ള ഡിസ്റ്റൻസും ഇവിടുന്ന് പിങ്ക് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആവും. അപ്പോൾ എന്ത് ചെയ്താൽ മതി, കോൺസ്റ്റന്റ് ഇന്റർചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് ഫോർ ദ സി പാർട്ട്. നമുക്ക് സി പാർട്ട് നമുക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാം. എങ്ങനെ മാറ്റി കൊടുക്കാം? The equation of the line L2, C part, we have to find the equation of line L2 which is parallel to given line L. Okay, is x - 3y - 3 = 0. Okay. Now question number 16. Consider the point A 3, 2, -1 in the space. A part എന്താണ്? Write the octant in which A belongs to. എന്താണ്? O x y z dash. O x y z dash is the octant. Okay, so which is that octant? That is the 5th octant. Okay, now B part. If B2 1 2 3 is another point in space, find the distance between A and B. അപ്പോൾ A is the point 3, 2, -1. B is the point 1 2 3.
AB is equal to root of distance formula 3 minus 1 the whole square plus 2 minus 2 the whole square plus minus 1 minus 3 the whole square. That is equal to 2 square plus 0 square plus negative 4 the whole square. That is root of 4 plus 0 plus 16. That's equal to root of 20 to root 5. Okay. Now C part. Find the coordinates of the point R which divides AB in the ratio 1:2 internally. A is the point. A is the point 3, 2, minus 1, and B is the point 1, 2, 3. Ratio is 1:2 externally. Okay. See, ratio is 1:2. The points are 3, 2, minus 1 and 1, 2, 3. Okay. So coordinates of R. By section formula mx2 minus nx1 by m minus n, m by 2 minus n by 1 by m minus n, mz2 minus nz1 by m minus n. Okay, that's equal to mx2 1 into 1 plus 2 into minus 2 into 3. 1 into 1 minus 2 into 3. Sorry, not externally, internally. So ഇവിടെ പ്ലസ് ആവും. എക്സ്റ്റേണലി അല്ല, ഇന്റേണലി ആണ്. അപ്പോൾ 1 into 1 പ്ലസ് 2 into 3 by 1 plus 2. അടുത്തത് 1 into 2 ഇതാണ് 1 into 2 പ്ലസ് 2 into 2 plus 2 into 2 by 1 plus 2. അടുത്തത് 1 into 3 plus 2 into minus 1 by 1 plus 2. Okay, that's equal to 1 plus 6, 7 by 3. 7 by 3, then 2 and 1 by 3. Okay. Write the contrapositive of the statement. If a triangle is equilateral, then it is isosceles. A triangle is equilateral. Here the statements are: triangle is equilateral. That is first statement. If then form, if P then Q formula another. But triangle is equilateral, then it is isosceles. If P, comma, then Q formula another. Contrapositive എന്ന് പറയുന്നത് എന്താണ്? if not Q, comma, then not P എന്നാണ്. അതായത് ഈ രണ്ടാമത് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ദെന്നിന് ശേഷമുള്ള സ്റ്റേറ്റ്മെന്റിന്റെ നെഗേഷൻ കൊടുക്കണം. ദാറ്റ് ഈസ് if a triangle is not isosceles. If a triangle is not isosceles, then it is not equilateral. Okay, so that is the contrapositive. Now B part നമ്മൾ കുറേ പ്രോബ്ലം ചെയ്തതാണ്. വെരിഫൈ ദ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ. റൂട്ട് 3 ഈസ് ഇറാഷണൽ. നമ്മൾ നേരെ ഇതിൻ്റെ അസംഷൻ നേരെ കൊടുക്കുന്നത് അസ്യൂം ദാറ്റ് റൂട്ട് 3 ഈസ് റാഷണൽ എന്ന് കൊടുക്കും. അസ്യൂം ദാറ്റ് റൂട്ട് 3 ഈസ് റാഷണൽ എന്ന് കൊടുത്താൽ റൂട്ട് 3നെ നമുക്ക് പി ബൈ ക്യൂ ഫോമിൽ എഴുതാം. therefore root 3 is equal to P by Q. Okay, P by Q where P and Q are integers without common factor. Greatest common divisor of P, Q എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതായത് Pനെ Qനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ 1 ആണ്. അതാണ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ പി എന്ന് പറയുന്നത് √3q ആവും, പി സ്ക്വയർ 3q² ആവും. ദറ്റ് ഈസ് ഇതിൻ്റെ മീനിങ് പി സ്ക്വയറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്നാണ്. 3 ഡിവൈഡ്സ് പി സ്ക്വയർ എന്നാണ്. ഓക്കെ, therefore 3 ഡിവൈഡ്സ് പി സ്ക്വയർ. പി സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ 3 ഡിവൈഡ്സ് പി ആവും. 3 ഡിവൈഡ്സ് പി ആവും. പിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ നമുക്ക് പി എന്ന് പറയുന്ന നമ്പറിനെ, therefore പി എന്ന് പറയുന്ന നമ്പറിനെ 3യുടെ മൾട്ടിപ്പിൾ ആക്കി എഴുതാം. 3k എന്ന് കൊടുക്കാം. ഓക്കെ, 3k എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഇങ്ങനെ മാറും. ഏതാ ഇക്വേഷൻ? ഈ ഇക്വേഷൻ നമ്പർ 1 ഇങ്ങനെ മാറും. അവിടെ pക്ക് കൊടുത്താൽ 3k ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3q² എന്നാവും. ദറ്റ് ഈസ് 9k² ഈസ് ഈക്വൽ ടു 3q² എന്നാവും. ഇംപ്ലൈസ് 3 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ q² ഈസ് ഈക്വൽ ടു, ഇവിടെ 3 കട്ട് ചെയ്ത് കഴിയുമ്പോൾ q² ഈസ് ഈക്വൽ ടു 3k² എന്നാവും. ഇതിൻ്റെ മീനിങ് എന്താണ്? 3 ഡിവൈഡ്സ് q² എന്നാണ്. ദറ്റ് ഈസ് 3 ഡിവൈഡ്സ് q² which implies 3 divides q. അപ്പോൾ എന്താ ഇപ്പോൾ കിട്ടിയത്? നേരത്തെ നമ്മൾ എഴുതി 3 ഡിവൈഡ്സ് പി ആണെന്ന് എഴുതി, 3 ഡിവൈഡ്സ് ക്യൂ ആണെന്ന് എഴുതി. നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട് പിനെയും ക്യൂവിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ 1 ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയ കാര്യം പിനെയും ക്യൂവിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ 3 ആണെന്ന്. അതൊരു കോൺട്രഡിക്ഷൻ ആണ് അവർ അസംഷൻ. ഓക്കെ, അപ്പോൾ കോമൺ ഫാക്ടർ 3 എന്ന് കിട്ടും, കോമ വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ, കോമ which is a contradiction to GCD of P, Q is equal to 1 നെ കോൺട്രഡിക്റ്റ് ചെയ്യും. therefore നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത് റോങ് ആണ്. therefore √3 ഇറാഷണൽ ആണ്. therefore √3 is irrational. okay, now 18, question number 18. A is equal to set AB, then A cross A. ഓർഡേഡ് ട്രിപ്ലറ്റ് ആണ്. അപ്പോൾ A എന്നാവും ഒരെണ്ണം. ഓക്കെ, അടുത്തത് 3A വരുന്നു. അടുത്തത് 2A വരുന്ന എല്ലാ കേസും എഴുതുക. 2Aയും ഒരു Bയും വരുന്നു. അടുത്തത് A ആവുന്നു. അടുത്തതാണ് BA ആവുന്നു. ഓക്കെ, 2A വരുന്നു. ഇനി ഒരേ വരുന്ന കേസ് എഴുതാം. ABB, അടുത്തത് BAB, അടുത്തത് BBA. ഇനി A ഒന്നും ഇല്ലാത്തത്, അതായത് BBB. ഓക്കെ, ദിസ് ഈസ് A cross A. Now what is B part? R is equal to set of all x, x cube. X is a prime number less than 10. Write R in roster form. X is a prime number less than 10 എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യത്തെ വരുന്നത് 2 വരും, പിന്നെ 3യും 3 വരും, 4 ഇല്ല 5ഉം 5 ആവും, 6 ഇല്ല 7ഉം 7 ആവും. ഇത്രേ ഉള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് 2 8 3 27 5 125 125, then 7 വന്നാൽ 343. ഓക്കെ, ദാറ്റ് ഈസ് ദി ബി പാർട്ട്. അടുത്തത് സി ആണ്. സി പാർട്ട്. ഫൈൻഡ് ദി ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ f of x ഈസ് ഈക്വൽ ടു 2 + √(x - 1). അപ്പോൾ x - 1 എന്ന് പറയുന്ന റൂട്ടിനകത്ത് ആയതുകൊണ്ട് അതെല്ലായ്പ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. x - 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. therefore x belongs to left closed 1 right open infinity. ഒന്നോ ഒന്നിനേക്കാൾ കൂടുതലായിരിക്കണം, അതാണ് x. therefore domain of f is equal to left closed 1 right open infinity എന്നാണ്. ഓക്കെ, അടുത്ത റേഞ്ച് എന്ന് പറയുന്നത് 2 പ്ലസ് ഒരു പോസിറ്റീവ് നമ്പർ എന്നാണ്. അപ്പോൾ 2നേക്കാൾ വലുതായിരിക്കുമല്ലോ. 2 പ്ലസ് ഒരു പോസിറ്റീവ് നമ്പർ എന്നാണ് 2നേക്കാൾ. അപ്പോൾ f of x എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. therefore റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ക്ലോസ്ഡ് ടു റൈറ്റ് ഓപ്പൺ ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ ഡൊമൈനും റേഞ്ചും ഇങ്ങനെ എഴുതാം. ഓക്കെ, now 19. The minute hand of a watch is 3 centimeter long. Okay,
How far does it tip moves in 40 minutes? L is equal to L apart. L is equal to R into theta. Now radius is 3. Minute hand is 3 centimeter long. 3 into theta is 40 by 60 into 2 pi. Okay. That's equal to 4 pi. Or 4 into 3.14. That's equal to 4 into 3.14 is equal to 12.56 centimeter. Okay. Now B part. Length of, see, a watch, length of the arc. Length of the arc here is this is the radius, that is the minute hand of a watch, 3 centimeter. R is equal to 3 centimeter and move in minute in 40 minute. So 40 minute means we have to find the this is 40 minute, 30, then 40. Okay, we have to find this angle, this ലെങ്ത് കാണുന്നതിന് R into തീറ്റ എന്നാണ്, തീറ്റ റേഡിയനിൽ എടുക്കണം. അതിനാണ് ഇവിടെ 40 മിനിറ്റ് തന്നിരിക്കുന്നത്. അതിന് ആംഗിൾ മെഷറിലേക്ക് മാറ്റുമ്പോഴാണ് 40 by 60 into 2 pi. Okay. Now B part. Solve the trigonometry equation sin 2x minus sin 2x minus sin 4x plus sin 6x is equal to 0. അപ്പോൾ നമുക്ക് അതിന് ഇങ്ങനെ എടുക്കാം. sin 6x എന്ന് ആദ്യം, പിന്നെ sin 2xും മൈനസ് sin 4x ലാസ്റ്റ് കൊടുക്കാം ഇക്വേഷൻ. ഇത് sin c plus sin d ആണ്. 2 sin c plus d by 2 6x plus 2x by 2 into cos 6x minus 2x by 2 minus sin 4x is equal to 0. That is 2 into sin of 4x into cos of 2x minus sin 4x is equal to 0. Sin 4x കോമൺ എടുത്താൽ 2 cos 2x minus 1 is equal to 0. അതായത് sin 4x 0 അല്ലെങ്കിൽ 2 cos 2x minus 1 0 ആണ്. sin 4x 0 ആകുമ്പോൾ 4xൻ്റെ വാല്യൂ n pi എന്നാണ്. അല്ലെങ്കിൽ ഇവിടെ cos 2xൻ്റെ വാല്യൂ 1/2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ n pi by 4 എന്നാണ്. അല്ലെങ്കിൽ cos 2xന് cos ഹാഫിൻ്റെ കോസ് റേഷ്യോ വരുന്നത് cos of 60 എന്നാണ്, 5/3 എന്നാണ്. അപ്പോൾ cos x is equal to cos alpha ഫോം ആണ്. അപ്പോൾ 2xൻ്റെ വാല്യൂ 2n pi plus or minus alpha pi/3 എന്നാണ്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ n pi plus or minus pi/6 എന്ന് കിട്ടും. ഓക്കെ, സോ x is equal to n pi by 4 or x is equal to n pi plus or minus pi/6 എന്ന് കിട്ടും. Now question number 20. Find the sum of all 3-digit numbers which are multiples of 5. So A part. First number A എന്ന് പറയുന്നത് 100 ആണ്. പിന്നെ ലാസ്റ്റ് നമ്പർ AN എന്ന് പറയുന്നത് 3-digit നമ്പർ മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് പറയുമ്പോൾ 995 വരും. കോമൺ ഡിഫറൻസ് 5 ആണ്. അപ്പോൾ നമുക്ക് എണ്ണം അറിയണം. എണ്ണം നമ്പർ കാണുന്നത് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. ഓക്കെ, അപ്പോൾ ഇത് 995 മൈനസ് 100 ബൈ 5 പ്ലസ് 1 ദറ്റ് ഈസ് 180 എന്ന് കിട്ടും. 179 പ്ലസ് 1 ദറ്റ് ഈസ് ഈക്വൽ ടു 180. അങ്ങനെയാണെങ്കിൽ സം കാണുന്നത് SN കാണുന്നത് n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്നാണ്. അപ്പോൾ S of 180 ടേംസ് ഇസ് ഈക്വൽ ടു 180/2 ഇൻറ്റു ഫസ്റ്റ് ടേം 100 പ്ലസ് 995 എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 98550. That is the sum. Okay.
അടുത്തത് സെക്കൻഡ് പാർട്ടാണ്. ഹൗ മെനി ടേംസ് ഓഫ് ദ ജി പി ആർ നീഡഡ് ടു ഗീവ് ദ സം 120? എത്ര ടേംസ് സം ചെയ്താൽ 120 കിട്ടുമെന്നാണ്. അപ്പോൾ എൻ ടേംസ് സം ചെയ്താൽ 120 കിട്ടും. എൻ കാണുന്നത് എ ഇൻറ്റു ആർ റൈസ് ടു എൻ മൈനസ് 1 ബൈ ആർ മൈനസ് 1 ഈസ് ഈക്വൽ ടു 120 എന്നാണ്. എയുടെ വാല്യൂ 3 ആണ്. കോമൺ റേഷ്യോ ഇവിടെ 3 കൊണ്ടാണ് എല്ലാത്തിനും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, 3 സ്ക്വയർ 3ക്ക് എല്ലാത്തിനും 3 കൊണ്ട് മൾട്ടിപ്ലൈ. കോമൺ റേഷ്യോ 3 ആണ്. 3 റൈസ് ടു എൻ മൈനസ് 1 ബൈ 3 മൈനസ് 1 ഈസ് ഈക്വൽ ടു 120. 3യും 120 ആയിട്ട് ക്യാൻസൽ ആകുമ്പോൾ 4 കിട്ടും. അപ്പോൾ 3 റൈസ് ടു എൻ മൈനസ് 1 ഈസ് ഈക്വൽ ടു 3 റൈസ് ടു എൻ മൈനസ് 1 ബൈ 2 ഈസ് ഈക്വൽ ടു 40. അപ്പോൾ 3 റൈസ് ടു എൻ മൈനസ് 1 ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 80 എന്നാവും. 3 റൈസ് ടു എന്നിൻ്റെ വാല്യൂ 81 എന്ന് കിട്ടും. 3 റൈസ് ടു എൻ 3 റൈസ് ടു 4 ആണ്. എൻ ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ഓഫ് ദ സീരീസ് ഹൂസ് nth ടേം an ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ സി പാർട്ടാണ്, an ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 3 എന്നാണ്. ദാറ്റ് ഈസ് n സ്ക്വയർ പ്ലസ് 3n. എൻ കാണുന്നത് സിഗ്മ an എന്നാണ്. ദാറ്റ്സ് ഈക്വൽ ടു സിഗ്മ n സ്ക്വയർ പ്ലസ് 3n എന്നും, സിഗ്മ അകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ സിഗ്മ n സ്ക്വയർ പ്ലസ് 3 സിഗ്മ n എന്നാവും. സിഗ്മ n സ്ക്വയറിൻ്റെ വാല്യൂ n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6 എന്നും, 3 ഇൻറ്റു സിഗ്മ എൻ്റെ വാല്യൂ n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 എന്നുമാണ്. അതിൽ n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ഔട്ട്സൈഡ് എടുത്താൽ ഇവിടെ n എടുക്കുന്നു, n പ്ലസ് 1 എടുക്കുന്നു, ബൈ ഈ 6നെ 2 ഇൻറ്റു 3 എന്ന് എഴുതിയാൽ ഇവിടെ ഇനി റിമൈനിങ് ആയിട്ടുള്ള ടേംസ് 2n പ്ലസ് 1 ബൈ 3 ആയിരിക്കും. പ്ലസ് 3 എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ഇൻറ്റു 2n പ്ലസ് 1, ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 2n പ്ലസ് 1 പ്ലസ് 9 ബൈ 3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ഇൻറ്റു 2n പ്ലസ് 10 ബൈ 3 എന്നാവും. ദാറ്റ് ഈസ് n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ഇൻറ്റു ഇവിടെ 2 ഔട്ട്സൈഡ് എടുത്താൽ n പ്ലസ് 5 ബൈ 3 എന്നാവും. 2 ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 5 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. That is Sn. Okay. Now 21. Expand using binomial theorem. Expand ചെയ്ത് കഴിഞ്ഞാൽ a part x by 3 plus 1 by x the whole raised to 5 is equal to x by 3 raised to 5 plus 5c1 x by 3 റൈസ് ടു പവർ ഒന്ന് കുറയുന്നു, അതിൻ്റെ കൂടെ 1 by x ആവുന്നു. അടുത്തത് 5c2 x by 3 റൈസ് ടു 3 ആവുന്നു, ഇവിടെ 1 by x സ്ക്വയർ വരും. അടുത്തത് 5c3 x by 3യുടെ സ്ക്വയർ വരും, 1 by x ക്യൂബ് ആവും. ഓക്കെ, അടുത്തത് 5c4 x by 3യുടെ പവർ 1 ആവും, 1 by x പവർ 4 ആവും. ലാസ്റ്റ് 5c5 1 by x റൈസ് ടു 5 എന്നാവും. ബാക്കി എല്ലാം 1 ആവും. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു ദ x റൈസ് ടു 5 ബൈ 3 റൈസ് ടു 5 എന്ന് പറയുന്നത് 243 ആണ്. 243. 5c1ൻ്റെ വാല്യൂ 5 ആണ്. x റൈസ് ടു 4 ബൈ 81 ഇൻറ്റു 1 ബൈ x ആവും. അടുത്ത 5c2 5 ഇൻറ്റു 4 ബൈ 1 ഇൻറ്റു 2 x ക്യൂബ് ബൈ 9 ഇൻറ്റു 1 ബൈ x സ്ക്വയർ. 5c3 എന്ന് പറയുന്നത് 5c2 തന്നെയാണ്. ഓക്കെ, 5c3 എന്ന് പറയുന്നത് ഈ 5ഉം 3യും തമ്മിൽ മൈനസ് ചെയ്താൽ 2 കിട്ടും. 5c3 എന്ന് പറയുന്നത് 5c2 തന്നെയാണ്. അപ്പോൾ 5 ഇൻറ്റു 4 ബൈ 1 ഇൻറ്റു 2 എന്ന് എഴുതാം. ഇത് x സ്ക്വയർ ബൈ 9 ഇൻറ്റു 1 ബൈ x ക്യൂബ് എന്നാവും. അടുത്ത 5c4 5c1 ആണ്, അത് 5 ആണ്. x ബൈ 3 ഇൻറ്റു 1 ബൈ x റൈസ് ടു 4 ആവും. ലാസ്റ്റ് 1 ബൈ x റൈസ് ടു 5 വരും. ദാറ്റ് ഈസ് x റൈസ് ടു 5 ബൈ 243 പ്ലസ് ഇവിടെ എക്സ് ക്യാൻസൽ ആവുമ്പോൾ 5x ക്യൂബ് ബൈ 81. അടുത്തത് ഇത് ക്യാൻസൽ ആവും, 2 എന്ന് 10, ഇതൊരു 10x ബൈ 9. ഓക്കെ, 10x ബൈ 9. x by 9, സോറി 9 അല്ല 27 വരും അല്ലേ ഇവിടെ 27.
അപ്പോൾ 10x/27. അടുത്തത് 10/9x. അടുത്തത് 5/3x³. അടുത്തത് 1/x⁵. ഓക്കെ. അടുത്ത രണ്ടാമത്തത് a+b⁴ മൈനസ് a−b⁴ ആണ്. ബി പാർട്ട്. a+b⁴ മൈനസ് a−b⁴. a+b⁴ വരുന്നത് a⁴ പ്ലസ് 4c1 a³ പ്ലസ് 4c2 a² b², 4c3 ab³ ലാസ്റ്റ് b⁴. ഇത് a⁴ പ്ലസ് 4a³ b പ്ലസ് 4c2ൻ്റെ വാല്യൂ 4 × 3/1 × 2, അപ്പോൾ 6 ആവും. 6a² b². അടുത്തത് 4ab³ പ്ലസ് b⁴. ഇതാണ് a+b⁴. a−b⁴ എടുക്കുമ്പോൾ a⁴ മൈനസ് 4a³ b പ്ലസ് 6a² b² മൈനസ് 4ab³ പ്ലസ് b⁴. ഇത് ഡിഫറൻസ് എടുക്കുക. a+b⁴ മൈനസ് a−b⁴ ഈക്വൽ ടു, ആദ്യത്തെ ടേം ക്യാൻസൽ ആവും, രണ്ടാമത്തത് 8a³ b ആവും, അടുത്തത് ക്യാൻസൽ ആവും, അടുത്തത് 8ab³ ആവും, ലാസ്റ്റ് ക്യാൻസൽ ആവും. ഓക്കെ. ഇതിൽ 8ab കോമൺ എടുത്താൽ a² പ്ലസ് b² ആവും. 8ab × a² പ്ലസ് b². ഇതാണ് ബി പാർട്ട്. ഇനി ഇതിൻ്റെ സി പാർട്ട് വരുന്നത് എന്താണ്? √3 പ്ലസ് √2. എക്സ് മാറ്റിയിട്ട് എ മാറ്റിയിട്ട് √3യും ബി മാറ്റി √2യും കൊടുത്താൽ 4 മൈനസ് √3 മൈനസ് √2⁴. ഇവിടെ 8ab ഉണ്ട്. 8ab × a² പ്ലസ് b². അപ്പോൾ 8 × എക്ക് √3 എന്നും ഇത് √2 എന്നും കൊടുക്കുന്നു. ഇത് √3² പ്ലസ് √2² എന്നാവും. അപ്പോൾ 8 × √6 എന്ന് കിട്ടും. ഇത് 3 + 2. ഓക്കെ. അപ്പോൾ 8 √6 × 5 40 √6 എന്ന് കിട്ടും. ഓക്കെ. Now 22. Find the derivative of y is equal to 1/x from first principle. Okay. So let f of x is equal to 1/x. f of x plus h is equal to 1/x plus h. f of x plus h minus f of x is equal to 1/x plus h minus 1/x. That is cross multiplying x minus x plus h divided by x into x plus h. That's equal to x minus h divided by x into x plus h. X cancelled. Negative h divided by x into x plus h. That is f of x plus h minus f of x. Now f of x plus h minus f of x divided by h is equal to minus 1 divided by x into x plus h. Now taking the limit as h tends to 0, limit h tends to 0, f of x plus h minus f of x divided by h is equal to limit h tends to 0 minus 1 divided by x into x plus h. Here this limit is called f dash x. f dash x is equal to minus 1 divided by x into x plus 0. That's equal to minus 1/x². That is the derivative. Now b part, f of x is equal to cos x by 1 plus sin x. f of x is equal to cos x divided by 1 plus sin x. f of x is equal to cos x divided by 1 plus sin x. Derivative, f dash x is equal to, by quotient rule, denominator 1 plus sin x into derivative of the numerator d by dx of cos x minus cos x into d by dx of denominator 1 plus sin x
the whole divided by 1 plus sin x the whole square. Okay, that's equal to 1 plus sin x into derivative of cos x is minus sin x minus cos x into derivative of 1 is 0 plus derivative of sin x is cos x the whole divided by 1 plus sin x the whole square. Now simplifying this bracket, minus sin x into 1 is minus sin x. Minus sin x into sin x is minus sin square x minus cos square x divided by 1 plus sin x the whole square. That's equal to minus sin x. Here minus is taken outside, so sin square x plus cos square x by 1 plus sin x the whole square. Okay, that is equal to minus sin x minus 1 divided by 1 plus sin x the whole square. Negative is taken outside, negative of sin x plus 1 divided by 1 plus sin x the whole square. So a 1 plus sin x cancel, minus 1 divided by 1 plus sin x. Okay, so that is the B part. Now next problem. Calculate the mean deviation about median for the following data. So class 0, 10, 10, 20, 20, 30, 30, 40, 40, 50, 50, 60. Frequency 6, 7, 15, 16, 4 and 2. Now cumulative frequency. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എക്സിന് മിഡ് പോയിന്റ് ആയിട്ട് എക്സ് എഴുതാം. എക്സ് മിഡ് പോയിന്റ് എഴുതുമ്പോൾ 5. ആദ്യത്തത് 5 ആണ്. 5, 15, 25, 35, 45, 55. ഓക്കെ, എക്സിൻ്റെ വാല്യൂ എഴുതുന്നു. ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആഡ് ചെയ്തെഴുതുമ്പോൾ 6, 13, then 28, then 44, then 48, then 50. ഇവിടെ ഇത് n is equal to 25 ആണ്. n/2 വരുന്നത് 25 ആണ്. n is equal to 25, n/2 എടുത്തു കഴിഞ്ഞാൽ 25 വരും. 25 വരുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇതാണ്. സോ 20, 30 is the median class. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. So median class is the class. Median class is the class in which 25th observation lies. 25th observation lies. Okay. അപ്പോൾ മീഡിയൻ ക്ലാസ് 20, 30 ആണ്. ഫ്രീക്വൻസി ഓഫ് ദ മീഡിയൻ ക്ലാസ് എഫ് ആണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ജസ്റ്റ് ബിഫോർ ദ മീഡിയൻ ക്ലാസ് എം ആണ്. ഇത് ലോവർ ലിമിറ്റ് ഓഫ് ദി മീഡിയൻ ക്ലാസ്. ഓക്കെ, സോ മീഡിയൻ ഈസ് ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു എൽ പ്ലസ് n/2 മൈനസ് എം ഇൻറ്റു സി ബൈ എഫ് എന്നാണ്. ഓക്കെ, ഇത് ലോവർ ലിമിറ്റ് 20 പ്ലസ് n/2 25 മൈനസ് എം 13 ആണ്. സി എന്ന് പറയുന്നത് ക്ലാസ് വിഡ്ത്ത് ആണ്. ഫ്രീക്വൻസി 15 ആണ്. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 28 എന്ന് കിട്ടും. അപ്പോൾ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 28ഉം മോഡുലസ് ഓഫ് എക്സ് മൈനസ് 28 ഇൻറ്റു എഫും, ഈ രണ്ട് കോളാണ് നമുക്കിനി ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 23, ഇത് 13, 3, 7, then 17, 27. ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 138, then 91, then 45, then 112, then 68, 54. ഇതിൻ്റെ സം വരുന്നത് 508 ആണ്. ഓക്കെ, അപ്പോൾ മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ ഈസ് ഈക്വൽ ടു sigma mod x minus 28 into f by n, that is 508 by 50, that is equal to 10.16. okay, now see the 24th one.
Consider a bag containing 3 red balls and 2 black balls. 3 red, 2 black. Red R1, R2, R3, black B1, B2. ഇതാണ് ഒരു ബാഗിനകത്തുള്ളത്. ഓക്കെ, 2 black balls which are identical. അപ്പോൾ ബ്ലാക്ക് ബോൾ ഐഡൻറ്റിക്കൽ ആണ്. 2 balls are drawn simultaneously at random from the bag. Write the sample space of the random experiment. Consider a bag containing 3 red balls and 2 black balls which are identical. ഇത് ഒരേ ഷേപ്പിലുള്ളതാണെന്ന് ആണ് ഉദ്ദേശിക്കുന്നത്. 2 balls are drawn simultaneously at random. അപ്പോൾ 3 റെഡും 2 ബ്ലാക്കും. അപ്പോൾ എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് ആണ്. രണ്ടെണ്ണം ഇത് എടുക്കുമ്പോൾ എങ്ങനെയൊക്കെ എടുക്കാം? R1 R2, R1 R2, then R1 R3, then R2 R3, then B1 B2, okay, then R1 B1, R1 B1, R1 B2, R1 B2, R2 B1, then R2 B2, R2 B2, R3 B1, then R3 B2. Okay, sample space. In B part, write the event. A എന്ന് പറയുന്ന ഇവന്റ് എന്താണ്? ബോത്ത് ബോൾസ് ആർ റെഡ്. ബോത്ത് റെഡ് വരുമ്പോൾ എക്കകത്ത് വരുന്ന ഏതൊക്കെയാണ്? രണ്ടും റെഡ് വരുന്നത് R1 R2 ആണ്. R1 R2, then R1 R3, then R2 R3, രണ്ടും റെഡ് വരുന്നു. ബി എന്ന് പറയുന്നത് 1 is red and 1 is black. അപ്പോൾ R1 B1, then R1 B2, R2 B1, R2 B1, അടുത്തത് R2 B2, then R3 B1, R3 B2. Okay, now C part, show that A and B are mutually exclusive. A intersection B എടുത്താൽ null set കിട്ടും. Therefore A and B are mutually exclusive. Mutually exclusive. Okay, D part, find P of A and P of B. P of A is equal to എയിൽ 3 ആണ്, ടോട്ടൽ സാമ്പിൾ സ്പേസിൽ 10 ആണ്, 3/10. പി ഓഫ് ബി എന്ന് പറയുന്നത് എത്രയാണ്? 6/10 ആണ്. ഓക്കെ, സോ ഇതോടെ നമ്മുടെ മോഡൽ എക്സാം ഡിസ്കഷൻ 2008 മോഡൽ എക്സാം കഴിയുന്നു. അടുത്തത് നമുക്ക് 2018 അടുത്തത് നമുക്ക് 2018 പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അടുത്തത്. അത് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.